നമസ്കാരം. ഇന്നലെ കെ ശൈലജ ടീച്ചർ നല്ലോണം ഷൈൻ ചെയ്തു. നേരത്തെ കോവിഡ് കാലത്ത് ടീച്ചർ നന്നായിട്ട് ഷൈൻ ചെയ്തതാണ്. ടീച്ചർ ഷൈൻ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് ടീച്ചറെ ഒതുക്കി ഒരു മൂലക്കിരുത്തി നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ, ക്യാപ്റ്റൻ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ക്യാപ്റ്റനെ മുൻനിർത്തി കളിച്ചാൽ തോറ്റു തുന്നം പാടും എന്ന് മനസ്സിലായതുകൊണ്ട് പാവം പിടിച്ച ടീച്ചറെ മുൻനിർത്തി കളിക്കാൻ തുടങ്ങുകയാണ് CPM എന്നതിന്റെ സൂചനകളിലേക്കാണ് ഇന്നലെ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവ വികാസങ്ങൾ എത്തിച്ചേരുന്നത്. എന്തൊക്കെയായാലും ടീച്ചറെ മുഖ്യമന്ത്രി ആക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ടീച്ചർ മുഖ്യമന്ത്രി ആയാലോ എന്നൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെയും സഖാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുതരം ചീഞ്ഞു നാറിയ കളി, ഞാൻ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ചീഞ്ഞു നാറിയത് എന്നത്. അത്തരത്തിൽ ഒരു കളി കളിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും AKG സെന്ററിൽ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. സാധാരണ നിയമസഭയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ശേഷം സഭ സ്തംഭിപ്പിച്ച് പുറത്തുവന്ന് മാധ്യമങ്ങളെ ആദ്യം അഭിമുഖീകരിക്കുക പ്രതിപക്ഷ നേതാക്കൾ ആയിരുന്നുവെങ്കിൽ ബുധനാഴ്ച ആ പതിവ് മാറി. പ്രതിപക്ഷത്തെക്കാൾ മുൻപേ KK ശൈലജയുടെ നേതൃത്വത്തിൽ ഇടത് നേതാക്കൾ സഭയ്ക്ക് പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടു. ടീച്ചറാണ് അത് നേതൃത്വം കൊടുത്തത്. ടീച്ചറാണ് ഇടിച്ചു തള്ളി ഇറങ്ങി വന്നത്. പാവം മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയായിരിക്കും ഉള്ളത്. ഒരിക്കലും നടക്കില്ല എന്റെ പൊന്നു ടീച്ചറെ. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, നയപ്രഖ്യാപന പ്രസംഗം തിരുത്തിയത് സംബന്ധിച്ചും KK ശൈലജ വിശദമായി സംസാരിച്ചു. പ്രതിപക്ഷത്ത് സാധാരണ VD സതീശനോ രമേശ് ചെന്നിത്തലയോ സംസാരിക്കും. പക്ഷേ ഇത്തവണ ടീച്ചറാണ് പ്രതിപക്ഷത്തെ എതിർത്തുകൊണ്ട് ആദ്യം ഓടി വന്ന് സംസാരിച്ചത്. ടീച്ചറെ അതിനുവേണ്ടി പറഞ്ഞു വിട്ടതാണ് ചില ആളുകൾ എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. ഭരണപക്ഷത്ത് നിന്ന് സാധാരണ മന്ത്രിമാർ അല്ലെങ്കിൽ MV ഗോവിന്ദൻ അടക്കമുള്ളവരാണ് മാധ്യമങ്ങളെ കണ്ടിരുന്നത് എങ്കിൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് KK ശൈലജ പുറത്തു വന്നത്. LDF KK ശൈലജയെ മുൻനിർത്തി തുടർഭരണം പ്രതീക്ഷിക്കുന്നു. അതിന് 5 വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു സംഭവം. ഇതോടെയാണ് ശൈലജ മുന്നണിയുടെ മുഖമായി തെരഞ്ഞെടുപ്പിൽ സജീവമായി മാറാനുള്ള സാധ്യത തെളിയുന്നത്. നേരത്തെയും ഇങ്ങനെ VS അച്യുതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് പല പല കളികളും ഇവിടെ കളിച്ചിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, മുന്നണിയെയും അതുപോലെ തന്നെ പാർട്ടിയെയും പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ പല പല കളികളും കാരണഭൂതനും കൂട്ടരും ഒക്കെ കളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും ശൈലജയെ മുൻനിർത്തി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ശൈലജ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും എന്ത് സംഭവിക്കുകയാണെങ്കിലും അവരെ മുഖ്യമന്ത്രിയാക്കുകയോ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യില്ല. അവരെ ചവിട്ടി ഒതുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ടീച്ചർ ഇതൊന്നും കണ്ട് ഈ കട്ടില് കണ്ട് മരിക്കുക എന്ന് പറയുന്നത് പോലെ ടീച്ചർ ഇതൊന്നും കണ്ട് ബുദ്ധിമുട്ടണ്ട. ടീച്ചറെ മുൻനിർത്തി, അതായത് ടീച്ചറെ വേഷം കെട്ടിച്ച് മുന്നിൽ നിർത്തി ചില കാര്യങ്ങൾ, ഇപ്പം ഇവര് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാല്, ഒന്നാമത് സ്ത്രീയാണ്. അപ്പൊ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോ ഒരുപാട് പ്രതികരിക്കുന്ന രീതിയിൽ, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ചോദ്യങ്ങൾ ചോദിക്കില്ല. അല്ലെങ്കിൽ മാന്യമായിട്ടേ ചോദിക്കുകയുള്ളൂ. ഒരു തരത്തിലും ഇടപെടൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല. അവർ മാന്യമായി മറുപടി പറയുകയും ചെയ്യും. അവർക്ക് പറയാനൊക്കെ നല്ല കഴിവാണ്. രണ്ടാമത്തെ കാര്യം, അവർക്കുള്ള ഒരു ഇമേജ് ഉണ്ട്. KK ശൈലജ എന്ന വ്യക്തിക്കുള്ള ഒരു ഇമേജ് ഉണ്ട്, വ്യക്തിപരമായ ഇമേജ്, പാർട്ടിക്ക് അപ്പുറം. അതൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ജയിക്കാനും CPM നടത്തുന്ന പൊറാട്ട നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് എന്നത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഭാവിയിലും നോക്കിയോളൂ, ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകും.